ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ തമ്മിൽ കണ്ടതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ജേഴ്സി വെച്ചിട്ടുള്ള ഫോട്ടോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനെ ഒരു പ്രോംപ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ആ പ്രോംപ്റ്റ് എന്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആ പ്രോംപ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാറ്റ് GPT എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏത് ഫോട്ടോ ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ എന്ത് ചെയ്യുക, സെലക്ട്. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് എന്ത് ചെയ്യുക, അതായത് നമ്മൾ കോപ്പി ചെയ്തെടുത്ത പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളിവിടെ കാണാൻ സാധിക്കും, ബ്രാക്കറ്റിലാക്കി വെച്ച് കാണാൻ സാധിക്കും, യുവർ ടീം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ഏതാണ് ടീമെന്ന് ഇപ്പോൾ ഇവിടെ അർജൻറ്റീന എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ടീമാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ അർജൻറ്റീന സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ അടിയിലേക്ക് പിന്നെയും കാണാൻ സാധിക്കും യുവർ ടീമെന്ന്. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ ഏത് ടീമിൻ്റെ പേരാണ് കൊടുക്കുന്നത് വെച്ചാൽ അത് ഇവിടെയും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടി ഇങ്ങനെ അടിയിലോട്ട് നീക്കി ഇവിടെ കാണാൻ സാധിക്കും യുവർ നെയിം എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് തന്നെ കാണാൻ സാധിക്കും ടൈപ്പ് നമ്പർ എന്ന്. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ 10 സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലായിട്ടുള്ള സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആക്കാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.